ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ശനി നൽകുന്ന മഹായോഗങ്ങൾ ഈ 6 നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് അപൂർവമായ നേട്ടങ്ങളാണ്. അതായത് വക്രഗതി മാറിയ ശനിയുടെ ഫലങ്ങളാണ്. ശനി ഇപ്പോൾ രാജയോഗപ്രദനായാണ് ശനിയുടെ സ്ഥാനം ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശനിയുടെ വക്രഗതി മാറ്റത്താൽ കൂടുതൽ ഭാഗ്യ അനുഭവങ്ങൾ ഈ 6 നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വാഹനയാത്രകളിൽ വളരെയധികം ശ്രദ്ധ വേണം. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന കാലമാണ്. ഉദര സംബന്ധമായി ഉണ്ടായിരുന്ന അസുഖങ്ങൾ വളരെയധികം രൂക്ഷമാക്കുവാനും ഇടയുണ്ട്. രോഗാദി ദുരിതങ്ങൾ അനുഭവിക്കുവാൻ ഇടയുള്ള കാലമായതിനാൽ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഗൃഹ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. അതുപോലെ സ്ത്രീ ജനങ്ങൾ മുഖേന കലഹത്തിന് സാധ്യതയുള്ള കാലമാണ്. ബന്ധുജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടി വരും. സുഹൃത്തുക്കളുടെ വിവാഹ കാര്യത്തിൽ സംബന്ധിക്കുവാൻ കഴിയുന്നതാണ്. വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കുവാൻ ഇടയുണ്ട്. അശ്രദ്ധ വർദ്ധിച്ച് ചെറിയ വീഴ്ച, പരിക്ക് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. നിങ്ങൾ പരിശ്രമിച്ച് കാര്യവിജയം ഏതായാലും നേടുവാൻ കഴിയുന്ന കാലമാണ്. മംഗല്യഭാഗ്യമുണ്ടാകും. മാതാപിതാക്കളുമായി അഭിപ്രായ ഭിന്നതയ്ക്കുള്ള സാധ്യതയുണ്ട്. ലഹരി വസ്തുക്കളിൽ നിന്നും മുക്തി നേടാവുന്ന കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി, സന്താനമില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ആശ്വാസം ഇവ വന്നു ചേരും. അതുപോലെ കൂട്ടുകെട്ടുകൾ മൂലം ആപത്തിൽപ്പെടുവാനും ഇടയുണ്ട്. സാമ്പത്തികമായി അച്ചടക്കം പാലിക്കുവാൻ പലപ്പോഴും നിങ്ങൾക്ക് കഴിയാതെ വരുന്ന കാലമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യ ഭജനം നടത്തുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യും. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായി ഭാഗ്യപുഷ്ടി വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ്. ധനപരമായി നിങ്ങൾക്ക് അനുകൂലമായ കാലം കൂടിയാണ്. സന്താനങ്ങൾക്ക് വളരെയധികം ഉയർച്ചയുണ്ടാകും. സ്വന്തക്കാർക്കുണ്ടായിരുന്ന രോഗബാധയെല്ലാം ശമിച്ചു കിട്ടുന്നതാണ്. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ മൂലം ആലോചന സൃഷ്ടിക്കുവാൻ ഇടയുണ്ട്. വ്യവഹാരങ്ങളിൽ വിജയം, കൃഷിയിൽ നിന്നും ധനലാഭം, തൊഴിൽ മേഖലയിൽ അനുകൂലമായ സാഹചര്യം, പ്രവർത്തന വിജയം എന്നിവ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കാം. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ ഒന്നിക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽ മേഖല വളരെയധികം ശാന്തമാകും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക. പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി വർദ്ധിക്കുന്നതാണ്. സുഹൃത്ത് സമാഗമം സന്തോഷം സമ്മാനിക്കും. അവിചാരിതമായ യാത്രകൾ വേണ്ടി വന്നേക്കാം. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വരും. തടസ്സങ്ങളെല്ലാം തന്നെ മാറി വളരെയധികം കാര്യപുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ദോഷശമനത്തിനായി വിഷ്ണു ഭജനം നടത്തുക. ഭവനത്തിൽ ഭാഗവത പാരായണം സ്വയം ചെയ്യുക. അതുപോലെ ജന്മനാളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ആയുസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. സഹോദര സ്ഥാനീയർ മുഖേന വളരെയധികം കാര്യസാധ്യമുണ്ടാകും. പരീക്ഷകളിൽ വിജയം. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പിതാവിനോ പിതൃസ്ഥാനീയർക്കോ അരിഷ്ടതകൾ അനുഭവപ്പെടും. ഗൃഹ അന്തരീക്ഷം വളരെയധികം സംതൃപ്തകരമായിരിക്കുന്ന സമയമാണ്. വാഹന സംബന്ധമായി ചെലവുകൾ വർദ്ധിക്കും. വർഷത്തിൻ്റെ മധ്യം കഴിഞ്ഞ് മനസ്സിന് വിഷമം നൽകുന്ന വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാകും. അന്യജന സഹായത്താൽ കാര്യവിജയം. തൊഴിൽ രഹിതർക്ക് താൽക്കാലിക ജോലി എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത. പൊതുപ്രവർത്തകർ അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വളരെയധികം വിഷമിക്കേണ്ടി വരും. വിദേശ ജോലിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ശത്രു ശല്യമുണ്ടാകുമെങ്കിലും അവയെല്ലാം തന്നെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. അനാവശ്യമായ തർക്കങ്ങളിൽ കഴിവതും ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. ദോഷസമ്പന്നത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമത് ഭജനം നടത്തുക.
ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി അവൽ, പഴം ഇവ നിവേദിക്കുക. ക്ഷേത്രത്തിൽ ഇരുന്ന് ജപം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. സഹപ്രവർത്തകർ നിമിത്തം മനോവിഷമം ഉണ്ടാകുവാൻ ഇടയുണ്ട്. സാഹസിക പ്രവർത്തനങ്ങൾ നടത്തും. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ധനപരമായ വിഷമതകൾ വളരെയധികം നേരിടേണ്ടി വരും. സുഹൃത്തുക്കളുമായി ഒത്തുചേർന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാം. തൊഴിൽപരമായ വിഷമതകൾ, വിവാഹാലോചനകളിൽ തീരുമാനം, ഭക്ഷണസുഖം ഇവ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പെരുമാറ്റം ഒരു രീതിയിലും അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് മടുപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകുവാനിടയുണ്ട്. സന്താനങ്ങൾക്ക് അനുകൂലമായ കാലമാണ്. അവർക്കുണ്ടായിരുന്ന രോഗാതി ദുരിതങ്ങളിൽ നിന്നും ശമനമുണ്ടാകും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം. സർക്കാർ ആനുകൂല്യം വന്നു ചേരും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമത് ഭജനം നടത്തുക. അതുപോലെ ജന്മനാളിൽ ഹനുമത് സ്വാമിയെ വണങ്ങി അവൽ നിവേദ്യം നടത്തുക. ഒപ്പം പഴുത്തു തുടങ്ങിയ ഞാലിപ്പൂവൻ കായ നിവേദിക്കുക. ഭവനത്തിൽ രാമായണ സുന്ദരകാന്ഡം നിത്യേന പാരായണം ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. ഉദ്ദിഷ്ട കാര്യങ്ങളിൽ ഒരു രീതിയിലും വിജയം കാണില്ല. സമയത്ത് ബന്ധുഗുണം ലഭിച്ചെന്നു വരുന്ന സമയമല്ല. സുഹൃത്തുക്കൾക്കായി പണം മുടക്കേണ്ടി വരും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ മാതാവിനോ മാതൃജനങ്ങൾക്കോ അരിഷ്ടത, തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ മൂലം മനോവിഷമം എന്നിവയുണ്ടാകും. മാസം മധ്യത്തിന് ശേഷം സ്വത്ത് സംബന്ധമായ തർക്കത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ്. വിദേശത്തിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തും. ബന്ധുക്കൾ തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നതകൾ ശമിക്കുന്നതാണ്. ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം. പണം നൽകാനുള്ളവരിൽ നിന്നും അലട്ടൽ നേരിടേണ്ടി വരും. സന്താനങ്ങൾക്ക് അരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. മാസ അവസാനത്തോടെ ഇൻ്റർവ്യൂ, മത്സര പരീക്ഷകൾ, വിദേശ യാത്രയ്ക്കുള്ള ശ്രമം എന്നിവ വിജയത്തിലെത്തും. സന്താനങ്ങൾ മൂലം മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശിവഭജനം നടത്തുക. തിങ്കളാഴ്ചകളിൽ ശിവങ്കിൽ കൂവളമാല ചാർത്തിച്ച് മലർ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. വാഹനയാത്രകൾ വളരെയധികം വേണ്ടിവരും. ഔദ്യോഗിക രംഗത്ത് ഉയർച്ച, സ്ഥലം മാറ്റം എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കൾ വഴി കാര്യസാധ്യം, സുഹൃത്തുക്കളിൽ നിന്നും ഉപഹാരങ്ങൾ എന്നിവ വന്നു ചേരും. ഗൃഹ ഉപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ സാധിക്കുന്നതാണ്. കർമ്മരംഗം വളരെയധികം പുഷ്ടിപ്പെടും. പൊതുപ്രവർത്തന വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതമായ അന്തരീക്ഷമെല്ലാം മാറും. വിദേശ യാത്രയ്ക്കുള്ള ശ്രമം വിജയം കാണുന്നതാണ്. ക്ഷേത്ര ദർശനം, പുണ്യസ്ഥല സന്ദർശനം ഇവ നടത്തുവാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് മികവ് പുലർത്തുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ വളരെയധികം ശാന്തതയുണ്ടാകും. രോഗാതി ദുരിതങ്ങളിൽ നിന്നും മോചനം. സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ കാര്യതടസ്സങ്ങളെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഭക്ഷണത്തിൽ അധികമായ താല്പര്യം വർദ്ധിക്കും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി വെണ്ണ, കദളിപ്പഴം ഇവ നിവേദിക്കുക. നിത്യേന ഭവനത്തിൽ ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. അനീതിക്കെതിരെ പ്രവർത്തിക്കുവാൻ കഴിയും. ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനാഗമം, വാഹന ലാഭത്തിനുള്ള യോഗം. ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കുറയുന്ന സമയമാണ്. ബന്ധുക്കൾ വഴി കാര്യസാധ്യം. പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം. മുമ്പ് നൽകിയിരുന്ന കടം തിരികെ കിട്ടും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി. വാക്കുതർക്കങ്ങളിൽ പരാജയം ഇവ നേരിടേണ്ട സമയമാണ്. ധനസമ്പാദനത്തിലുള്ള ശ്രമങ്ങളെല്ലാം തന്നെ വിജയം കാണും. അതോടെ പലതരത്തിൽ നിലനിന്നിരുന്ന നിങ്ങളുടെ സാമ്പത്തികമായ വിഷമതകളെല്ലാം മാറും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വരുന്നതാണ്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗാതി ദുരിതമുണ്ടാകും. പ്രവർത്തനങ്ങളിൽ അലസത വർദ്ധിക്കും. സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വന്നു ചേരും. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിറവേറുന്നതാണ്.
പുതിയ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനമാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യത. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താഭജനം നടത്തുക. ശാസ്ത അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കത്തിച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. വിദേശത്തു നിന്നും തിരികെ നാട്ടിലെത്തുവാൻ സാധിക്കും. ജോലിയുടെ ഭാഗമായി നിരവധി യാത്രകൾ ഉണ്ടാകുന്ന കാലമാണ്. അവസരത്തിനൊത്തു പ്രവർത്തിക്കുന്നതിലൂടെ ദുരന്തങ്ങളെല്ലാം തന്നെ ഒഴിവാക്കും. അവിചാരിത ബന്ധുജന സമാഗമം ഉണ്ടാകും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. മേലധികാരിയുടെ പ്രീതി സമ്പാദിക്കുവാൻ കഴിയുന്നതാണ്. സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണാനുഭവങ്ങൾ. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ എന്നിവ കേൾക്കുവാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. സാമ്പത്തികമായ ഇടപാടുകളിൽ കൃത്യത പുലർത്തുവാൻ സാധിക്കുന്നതാണ്. സാധിച്ചെടുക്കുവാൻ വിഷമമെന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും ഉന്നത വിജയം പ്രതീക്ഷിക്കാം. വിവാഹ കാര്യത്തിൽ ഉചിതമായ തീരുമാനമുണ്ടാകും. കർമ്മരംഗം വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇരുചക്ര വാഹനം വാങ്ങുവാനുള്ള അവസരം വന്നു ചേരും. വിദേശ യാത്ര കൊണ്ട് നേട്ടങ്ങളുണ്ടാകും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം സംജാതമാക്കുന്ന കാലമാണ്. അതുപോലെ സന്താന ഗുണം വർദ്ധിക്കും. ഊഹക്കച്ചവടത്തിൽ വിജയമുണ്ടാകും. ഭൂമി ഇടപാടിൽ വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. നിങ്ങൾ ദോഷശമനത്തിനായി ഗണപതി ഭജനം നടത്തുക. നിത്യേന ഉദയത്തിൽ വീട്ടിൽ വിളക്ക് കൊളുത്തി ഗണപതിയെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതയുണ്ട്. പഴയ കലാസുഹൃത്തുക്കളുമായി സംഗമമുണ്ടാകും. കുടുംബത്തിൽ സമാധാനം വന്നു ചേരും. സ്വന്തം ഗൃഹത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടാക്കുവാൻ ഇടയുണ്ട്. രോഗശമനമുണ്ടാകും. വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ്. അതുപോലെ സാമ്പത്തികമായ സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. ആലോചിക്കാതെ ചെയ്തു പോയ കാര്യങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ചിലപ്പോൾ വിഷമിക്കേണ്ടി വരും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും അഭിനന്ദനവും വന്നു ചേരും. ആത്മീയ ഗുരുക്കളുടെ സാന്നിധ്യം സത്കർമ്മങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി, ഉദ്യോഗ കയറ്റം ഇവ പ്രതീക്ഷിക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ ഇവ കേൾക്കുവാൻ സാധിക്കുന്നതാണ്. ദോഷശമനത്തിനായി ദേവീ ഭജനം നടത്തുക. ദേവീ ക്ഷേത്ര ദർശനം നടത്തി പഞ്ചദുർഗ മന്ത്രപുഷ്പാഞ്ജലി നടത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഗുണകരമാകും. നിത്യേന ഭവനത്തിൽ ലഘുമന്ത്രജപത്താൽ ദേവിയെ ഉപാസിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം പ്രശസ്തി ഉണ്ടാകും. നിഷ്പ്രയാസം സാധിച്ചെടുക്കാമെന്ന് കരുതിയ പല കാര്യങ്ങളിലും അവിചാരിതമായ തടസ്സങ്ങൾ വന്നു ചേരും. മാസം മധ്യത്തിനു ശേഷം സ്ഥിതിഗതികൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടും. തീർത്ഥാടന യാത്രകൾ നടത്തുവാൻ സാധിക്കുന്നതാണ്. പുതിയ ഭൂമി വാങ്ങുവാനുള്ള തീരുമാനമെടുക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും. താൽക്കാലിക ജോലിയിൽ സ്ഥിരപ്പെടുവാൻ കഴിയും. വ്യാപാര വിജയം, ഔദ്യോഗിക രംഗത്ത് നേട്ടം, സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരുന്ന ആളുകൾക്കും അനുകൂലമായ സാഹചര്യം എന്നിവ പ്രതീക്ഷിക്കാം. ആരോഗ്യനില വളരെയധികം തൃപ്തികരമായിരിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല വാർത്തകൾ എന്നിവ കേൾക്കുവാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. സാമ്പത്തികമായ ഇടപാടുകളിൽ കൃത്യത പുലർത്തുവാൻ കഴിയുന്നതാണ്. സാധിച്ചെടുക്കുവാൻ വിഷമിച്ചിരുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. അകന്നിരുന്ന കുടുംബ ബന്ധങ്ങൾ അടുക്കുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് അനുകൂലമായ സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. അതുപോലെ ആരോഗ്യനില വളരെയധികം തൃപ്തികരമായിരിക്കും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജന്മനാളിൽ ദേവിക്ക് കുങ്കുമാഭിഷേകം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വരവിനൊപ്പം ചെലവും അധികരിക്കും. സന്താന ഗുണം വർദ്ധിക്കുന്നതാണ്. വാക്കു തർക്കങ്ങളിൽ ഏർപ്പെട്ട് അപമാനമുണ്ടാകും.
കഫജന്യ രോഗങ്ങൾ നിങ്ങളെ പിടിപെടുവാൻ ഇടയുള്ള കാലമാണ്. ദീർഘയാത്രകൾ സാധിക്കുമെങ്കിൽ കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം. മാനസികമായ പിരിമുറുക്കം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കുവാൻ ഇടയുണ്ട്. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി. മാതാവിനോ തത്തുല്യരായവർക്കോ അരിഷ്ടതകൾ. അതുപോലെ അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗാതി ദുരിതങ്ങളിൽ നിന്ന് മോചനം. സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്കുള്ള സാധ്യതയുമുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെയധികം വർദ്ധിക്കും. ഊഹക്കച്ചവടത്തിൽ യാതൊരു കാരണവശാലും ഏർപ്പെടരുത്. ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞു കഴിയേണ്ടി വരും. മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂ എന്നിവയിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ്. അന്യരുടെ സഹായം വന്നു ചേരും. ബിസിനസ് നടത്തുന്നവർക്ക് വിജയം. ദേഹസുഖം വർദ്ധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി. സന്താനമില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് സൽസന്താന സൗഭാഗ്യം എന്നിവയുണ്ടാകും. ദോഷപരിഹാരത്തിനായി നാളിൽ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക. സാധിക്കുന്നവർ ഭവനത്തിൽ നിത്യേന ദേവി മഹാത്മ്യ പാരായണം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. വളരെയധികം യാത്രകൾ ഉണ്ടാകുന്ന കാലമാണ്. അതുപോലെ യാത്രകൾക്കിടയിൽ വീഴ്ച, പരിക്ക് ഇവയുണ്ടാകുവാൻ ഇടയുണ്ട്. ഏതെങ്കിലും ശാരീരികമായ അരിഷ്ടതകൾ നേരിടുന്ന ആളുകളാണെങ്കിൽ ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സുകളിൽ നിന്നും മികച്ച നേട്ടമുണ്ടാകും. തൊഴിൽപരമായ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. ഗൃഹത്തിൽ ശാന്തത കൈവരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച നേട്ടം. ബന്ധുഗൃഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ബന്ധുജനങ്ങളുമായി അടുത്ത് ഇടപെടുവാൻ സാധിക്കുന്നതാണ്. പുതിയ പദ്ധതികളിൽ പണം മുടക്കേണ്ടി വരും. അതിൽ നിന്നും മികച്ച ധന നേട്ടവും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അധികാരികളിൽ നിന്നും അനുകൂലമായ തീരുമാനം ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിക്കുന്നതാണ്. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഉദര സംബന്ധമായി അസുഖങ്ങൾ പിടിപെടുവാനിടയുണ്ട്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം വന്നു ചേരും. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാവിഷ്ണു ഭജനം നടത്തുക. വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നെയ്വിളക്ക് കൊളുത്തുന്നതും തുളസിമാല ചാർത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. ഗൃഹ അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിക്കും. കുടുംബത്തിലെ സ്ത്രീജനങ്ങൾ മുഖേന കലഹത്തിന് സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടി വരാം. സുഹൃത്തുക്കളുടെ വിവാഹ ബന്ധത്തിൽ സംബന്ധിക്കും. വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകും. അതുപോലെ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ എല്ലാം തന്നെ വിജയത്തിലെത്തുന്നതാണ്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗാരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസപരമായി നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതാണ്. മത്സര പരീക്ഷകളിൽ വിജയം. സഹോദരങ്ങൾക്ക് വേണ്ടി പണച്ചെലവ്, ഊഹക്കച്ചവടം, ലോട്ടറി എന്നിവയിൽ ഏർപ്പെടുവാൻ യാതൊരു രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായ സമയമല്ലെങ്കിലും പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാം. വാഹനം മാറ്റി വാങ്ങുവാൻ ആലോചിക്കുന്നവർക്ക് വാഹനയോഗമുണ്ട്. പരിക്ക്, രോഗാതി ദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ആളുകൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. ഔഷധങ്ങളിൽ നിന്നും അലർജി പിടിപെടുവാൻ ഇടയുണ്ട്. ജന്മനാളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം നടത്തുക. നിത്യേന ഭവനത്തിൽ ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. പിതാവിന് അരിഷ്ടതകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അനുകൂലമായി നിന്നിരുന്നവർ പിന്നോക്കം പോകുവാനും ഇടയുള്ള കാലമാണ്. അനാരോഗ്യം മൂലം മുൻ തീരുമാനങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. വിദേശ സഞ്ചാരം സാധ്യമാകും. വാഹനം, ഭൂമി എന്നിവ വാങ്ങുവാനുള്ള തീരുമാനം നീട്ടിവെക്കേണ്ടി വരാം. ലഹരി വസ്തുക്കളിൽ താല്പര്യം വർദ്ധിക്കും. വിലപ്പെട്ട രേഖകൾ കൈമോശം വരുവാൻ ഇടയുള്ള കാലമാണ്. കഴിയുന്നതും ദീർഘയാത്രകൾ ഒഴിവാക്കുക. ബന്ധുജന സഹായത്തിന് ശ്രമിച്ചാൽ വിജയം കാണണമെന്നില്ല. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. ബന്ധുജന സഹായം വഴി സാമ്പത്തികമായ വിഷമതകൾ മാറിക്കിട്ടുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രമോഷൻ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ നേട്ടങ്ങളുണ്ടാകും. സർക്കാർ ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അംഗീകാരം ലഭിക്കും. സന്താന ഗുണം അനുഭവിക്കുവാനും യോഗമുള്ള കാലമാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ധർമ്മശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താവെങ്കിൽ നീരാഞ്ജനം കത്തിക്കുക. എള്ള് പായസ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്.
നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും. വാസസ്ഥാനത്തിന് മാറ്റം സംഭവിക്കാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം, ഇഷ്ടസ്ഥാന ലബ്ധി എന്നിവയുണ്ടാകും. പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടി വരും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി ഉണ്ടാകും. ആരോഗ്യസ്ഥിതി വളരെയധികം തൃപ്തികരമായി ഭവിക്കുന്നതാണ്. വാഹനത്തിനായി പണം മുടക്കേണ്ടി വരും. സഞ്ചാര ക്ലേശമുണ്ടാകും. അന്യരുമായി ഇടപെട്ട് മാനഹാനിക്കുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്രയ്ക്കുള്ള ശ്രമങ്ങളെല്ലാം തന്നെ വിജയം കൈവരിക്കുന്നതാണ്. മത്സര പരീക്ഷ, ഇൻ്റർവ്യൂ ഇവയിൽ വിജയം ഉറപ്പാണ്. സൗന്ദര്യ വസ്തുക്കൾക്കായി പണം മുടക്കേണ്ടി വരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകൾ വളരെയധികം ഉണ്ടാകുന്ന കാലമാണ്. സഞ്ചാര ക്ലേശം വർദ്ധിക്കും. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് രോഗായിഷ്ഠതയുണ്ടാകുവാനും സാധ്യതയുള്ള കാലമാണ്. ഭക്ഷണ സുഖം വർദ്ധിക്കും. കടങ്ങൾ വീട്ടുവാൻ സാധിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് വളരെയധികം ഉന്നമനമുണ്ടാകും. നേത്രരോഗത്തിനുള്ള സാധ്യതയുണ്ട്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമിക്ക് വെണ്ണ, ആവിൽ ഇവ നിവേദിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ വിവാഹാലോചനകൾ തീരുമാനത്തിലെത്തും. കടം വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനും സാധിക്കുന്നതാണ്. സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരാം. വ്യവഹാരങ്ങളിൽ വിജയം. മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസ ഇവയുണ്ടാകും. ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് പരിക്കിനുള്ള സാധ്യതയുണ്ട്. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുമായി നിലനിൽക്കുന്ന തർക്കങ്ങളെല്ലാം തന്നെ പരിഹൃതമാകുന്നതാണ്. പെരുമാറ്റത്തിൽ കൃത്രിമത്വം കലർത്തി വിരോധം സമ്പാദിക്കുവാനിടയുണ്ട്. ബന്ധുജന ഗുണം വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി ഉണ്ടാകുന്നതാണ്. ഇരുചക്ര വാഹനം വാങ്ങുവാൻ കഴിയും. സ്വജനങ്ങളിൽ ആർക്കെങ്കിലും ഉന്നത സ്ഥാനലബ്ധി. പ്രശ്ന പരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരുന്ന കാലമാണ്. കുടുംബസമേതം വിനോദങ്ങൾ, കലാപരിപാടികൾ എന്നിവയിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക. ശിവഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. ശിവങ്കൽ എള്ളെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുക. യഥാശക്തി അന്നദാനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സുഹൃത്തുക്കൾ വളരെയധികം ഉണ്ടാകും. ഇവർ വഴി വളരെയധികം നേട്ടങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം. കാര്യതടസ്സങ്ങളെല്ലാം തന്നെ മാറി കാര്യപുരോഗതി പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങും. ബിസിനസ്സിൽ പണച്ചെലവ് അധികരിക്കുന്നതാണ്. ദമ്പതികൾ ഒന്നിച്ച് യാത്രകൾ നടത്തേണ്ടി വരും. തൊഴിൽ രംഗത്ത് അവധിയെടുത്ത് പുണ്യസ്ഥല സന്ദർശനം നടത്തും. ദീർഘദൂര യാത്രകൾക്കായി പണച്ചെലവ് വന്നു ചേരുന്നതാണ്. ത്വക്കുരോഗ സാധ്യതയുണ്ട്. പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്ന കാലമാണ്. ആരോഗ്യപരമായ വിഷമതകളെല്ലാം തന്നെ ശമിക്കും. ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടത, സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനും ഇടയുള്ള കാലമാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും. കലാകായിക രംഗത്തുള്ള ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഭൂമിയിൽ നിന്നുമുള്ള ധനലാഭമുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ തൊഴിൽ ഉത്തരവുകൾ വന്നു ചേരും. തൊഴിൽപരമായി വളരെയധികം മേന്മ ഉണ്ടാകുന്ന കാലമാണ്. പുതിയ വസ്ത്രാഭരണാദികൾ വാങ്ങുവാനും സാധിക്കുന്നതാണ്. ദോഷശമനത്തിനായി നിത്യേന ഭവനത്തിൽ വിഷ്ണു ഭജനം നടത്തുക. സാധുജനത്തിന് അന്നദാനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. സഹോദരങ്ങൾക്ക് വളരെയധികം ഉയർച്ചയുണ്ടാകും. പണമിടപാടുകളിൽ കൃത്യത പുലർത്തുവാൻ കഴിയുന്നതാണ്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വളരെയധികം ഉണ്ടാകും. സാധിച്ചെടുക്കുവാനും വിഷമമെന്ന് കരുതിയ പല കാര്യങ്ങളും വളരെയധികം നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ കഴിയുന്ന കാലമാണ്. അകന്നിരുന്ന കുടുംബ ബന്ധങ്ങൾ അടുക്കുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. സ്ഥലംമാറ്റം ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് അനുകൂലമായ സാഹചര്യം ഒത്തുചേരുന്നതാണ്. ആരോഗ്യനില വളരെയധികം തൃപ്തികരമാകും. ശത്രുക്കളെല്ലാം തന്നെ മിത്രങ്ങളാകുന്ന കാലമാണ്. ദൂരയാത്രകൾ കൊണ്ട് വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ പ്രണയബന്ധം സാഫല്യമാകും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ്. ആഡംബര വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ ഉപഹാരമായി ലഭിക്കും. വർഷത്തിൻ്റെ മധ്യം കഴിഞ്ഞാൽ പ്രവർത്തന രംഗത്ത് വളരെയധികം ഉയർച്ച അനുഭവപ്പെടും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കുന്നതാണ്. കുടുംബ ബന്ധുഗുണം ഉണ്ടാകും. ഇവയിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കുന്നതാണ്.
പഠന നിലവാരം ഉയരും. ബിസിനസ്സിൽ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ദക്ഷിണാമൂർത്തി ഭാവത്തിൽ സങ്കല്പിച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ജന്മനാളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഒന്നിലധികം തവണ ദീർഘയാത്രകൾ വേണ്ടിവരും. വിജയം ഉറപ്പാക്കിയെന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടേണ്ടി വരും. ജീവിത പങ്കാളിയിൽ നിന്നും ഉറച്ച പിന്തുണ ലഭിക്കും. പ്രണയബന്ധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം. അനിയന്ത്രിത കോപം പലപ്പോഴും ആപത്തായി ഭവിക്കുന്നതാണ്. വിദേശത്തു നിന്നും നാട്ടിലെത്തുവാൻ കഴിയും. ഗൃഹനിർമ്മാണത്തിലായി ബാങ്കുകളിൽ നിന്നും ലോൺ പാസ്സാക്കി കിട്ടുന്നതാണ്. മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. വിവാഹം ആലോചിച്ചിരുന്ന ആളുകൾക്ക് അനുകൂലമായി ഫലം പ്രതീക്ഷിക്കാം. രോഗാദി ദുരിതങ്ങളിൽ വിഷമിക്കുന്ന ആളുകൾക്ക് ആശ്വാസമുണ്ടാകും. ഭക്ഷണത്തിൽ നിന്നുമുള്ള അലർജി പ്രതീക്ഷിക്കാം. വളർത്തുമൃഗങ്ങളാൽ പരിക്കേൽക്കാതെ ശ്രദ്ധിക്കുക. സഹായ വാഗ്ദാനങ്ങളിൽ നിന്നും സുഹൃത്തുക്കൾ പിൻവാങ്ങുന്നതാണ്. പുതിയ ആഭരണം വാങ്ങുവാൻ സാധിക്കുന്ന കാലമാണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഠിനമായ ശ്രമം വേണ്ടിവരും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാവിഷ്ണു ഭജനം നടത്തുക. വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുക. വിഷ്ണു അഷ്ടോത്തര ജപം നടത്തുക. വിഷ്ണുവിന് ജന്മനാളിൽ പാൽപ്പായസം നിവേദിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. പണമിടപാടുകളിൽ കൃത്യത പാലിക്കുവാൻ കഴിയും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി വന്നുചേരും. കുടുംബജീവിത സൗഖ്യം വളരെയധികം വർദ്ധിക്കുന്ന കാലമാണ്. നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കുന്നതാണ്. കഫജന്യ രോഗങ്ങൾ പ്രതീക്ഷിക്കാം. ദീർഘകാല യാത്രകൾ ഒഴിവാക്കുക. പണമിടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകും. കരുതി വെച്ച പണം മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വരും. മാനസികമായി പിരിമുറുക്കം വർദ്ധിക്കുന്നതാണ്. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം. ഉന്നത വിജയം വിദ്യാഭ്യാസപരമായി തൊഴിൽപരമായി കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. വിദേശത്തു നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം. വരവിനൊപ്പം ചെലവും അധികരിക്കുന്നതാണ്. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് അപമാനമുണ്ടാകും. നേത്രരോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കടം വാങ്ങേണ്ടി വരും. വാഹനയാത്രക്കിടയ്ക്ക് ധനനഷ്ടം സംഭവിക്കാനും ഇടയുള്ള കാലമാണ്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി. മാതാവിനോ തത്തുല്യരായ ആളുകൾക്കോ അരിഷ്ടതകൾ ഇവ പ്രതീക്ഷിക്കാം. ദോഷശമനത്തിനായി സുബ്രഹ്മണ്യ ഭജനം നടത്തുക. നിത്യേന അഷ്ടോത്തരം ജപിക്കുക. കൂടാതെ നാളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാകും. വരവിനേക്കാൾ ചെലവ് അധികരിക്കുന്നതാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുവാൻ സാധിക്കും. വാഗ്ദാനം നൽകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് യാതൊരു കാരണവശാലും മുതിരരുത്. ബിസിനസ്സിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. സാമ്പത്തികമായ വിഷമതകൾ വളരെയധികം നേരിടേണ്ടി വരുന്ന കാലമാണ്. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നതാണ്. യാത്രകൾ വേണ്ടിവരും. ആരോഗ്യപരമായി വളരെയധികം വിഷമതകൾ ഉണ്ടാകും. സന്താനങ്ങളില്ലാതിരുന്ന ആളുകൾക്ക് ആശ്വാസം നൽകുന്ന സൂചനകൾ ഉണ്ടാകുന്നതാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ഭൂമിയിൽ നിന്നും വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭം. സന്താനഗുണം അനുഭവിക്കുവാനും യോഗമുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം വന്നു ചേരും. ദോഷശമനത്തിനും പരിഹാരത്തിനുമായി ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ശിവോഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. കർമ്മരംഗത്ത് ഉന്നതി. സൗഹൃദങ്ങളിൽ ഉലച്ചിൽ. പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി ഇവ വർദ്ധിക്കും. പ്രവർത്തനങ്ങളിൽ അലസത തരണം ചെയ്ത് മുന്നേറേണ്ടി വരുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകളെല്ലാം ശമിക്കും. സന്താന ഗുണം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബ സൗഖ്യ വർധനവ്. ബിസിനസ്സിൽ പുരോഗതി. മാനസികമായ സംതൃപ്തി ഇവ പ്രതീക്ഷിക്കാം. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ കഴിയും. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടുന്നതാണ്. തൊഴിൽപരമായ യാത്രകൾ ഉണ്ടാകും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം. കുടുംബ സൗഖ്യം. പരീക്ഷാ വിജയം ഇവ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇടയ്ക്കിടെ വാതജന്യ രോഗങ്ങൾ മൂലം വിഷമിക്കേണ്ടി വരും. ആരോഗ്യകാര്യത്തിൽ അധിക ശ്രദ്ധ പുലർത്തുക. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താ ക്ഷേത്രം ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഗുണകരമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പണച്ചെലവുണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി. അനാവശ്യമായ ചിന്തകളെല്ലാം തന്നെ മനസ്സിൽ നിന്ന് വിട്ടൊഴിയുന്ന കാലമാണ്.
പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം, പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകും. യാത്രകൾ വളരെയധികം വേണ്ടിവരും. ഭക്ഷണസുഖം കുറയുന്നതാണ്. എല്ലുകൾക്കും പല്ലുകൾക്കും രോഗസാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിനായി യാത്രകൾ വന്നു ചേരും. ബന്ധുഗുണ വർധനവ്, ആഡംബര വസ്തുക്കളിൽ താല്പര്യം എന്നിവ വർദ്ധിക്കുന്നതാണ്. മത്സര പരീക്ഷകളിൽ വിജയത്തിനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഗൃഹനിർമ്മാണത്തിൽ ചെലവ് അധികരിക്കും. ഗൃഹത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദേവീ ഭജനം നടത്തുക. ജന്മനാളിൽ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചദുർഗ മന്ത്രപുഷ്പാഞ്ജലി നിവേദ്യത്തോടെ ചെയ്യിക്കുക. ദേവിക്ക് ചുവപ്പ് പട്ട് സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. തൊഴിലിനായുള്ള പരിശ്രമങ്ങളിൽ ഭാഗികമായി വിജയം പ്രതീക്ഷിക്കാം. സ്വന്തം പ്രവർത്തന ഫലമായി അപവാദം കേൾക്കേണ്ടി വരും. ആത്മധൈര്യം കൈവിടാതെ ശ്രദ്ധിക്കുക. മുൻകോപം നിയന്ത്രിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. മാതാവിന് ശാരീരിക അസുഖങ്ങൾ തുടർന്നും വൈദ്യ സന്ദർശനം വേണ്ടിവരുന്നതാണ്. പല വിധത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽപരമായി അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. യാത്രകൾ വളരെയധികം വേണ്ടിവരും. സഹോദര സ്ഥാനീയർ മുഖേന മനക്ലേശത്തിനുള്ള സാധ്യതയുണ്ട്. പ്രേമവിവാഹത്തിന് വീട്ടുകാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുകൂലമായ മറുപടി വന്നു ചേരും. വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയം കൂടിയാണ്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഗണപതി ഭജനം നടത്തുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതിക്ക് കദളിപ്പഴ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. പുതിയ ജോലികളിൽ പ്രവേശിക്കുവാൻ അവസരമൊരുങ്ങുന്നതാണ്. അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കങ്ങളെല്ലാം തന്നെ തീർന്നു കിട്ടും. സകുടുംബം യാത്രകൾ ഉണ്ടാകും. തൊഴിൽ സംബന്ധമായുള്ള യാത്രകളും വേണ്ടിവരുന്ന കാലമാണ്. ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിച്ചു കിട്ടും. രോഗാതി ദുരിതങ്ങളിൽ നിന്നും ശമനം, ബന്ധുജനങ്ങളിൽ നിന്നും സഹായം എന്നിവ പ്രതീക്ഷിക്കാം. ജലജന്യ രോഗങ്ങൾ പിടിപെടുവാൻ ഇടയുണ്ട്. തൊഴിൽപരമായുള്ള മാറ്റങ്ങൾ വളരെയധികം ഉണ്ടാകും. അനാവശ്യമായ മാനസിക ഉത്കണ്ഠകൾ മൂലം ഗൃഹസുഖം കുറയാതെ ശ്രദ്ധിക്കുക. പ്രവർത്തനം വിജയം കൈവരും. ബന്ധുജന സമാഗമം ഉണ്ടാകും. ഉദരസംബന്ധമായ വിഷമതകൾക്കായി ഔഷധ സേവ വേണ്ടിവരുന്നതാണ്. അടുത്ത ബന്ധുക്കൾക്ക് രോഗാതി ദുരിത സാധ്യതയുണ്ട്. ആഹാര കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. ദോഷശമനത്തിനായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. സാധിക്കുന്ന ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. മാനസികമായി വളരെയധികം സന്തോഷം വർദ്ധിക്കും. കടമിടപാടുകൾ കുറയ്ക്കുവാൻ കഴിയുന്നതാണ്. വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയം കാണുന്നതാണ്. ബന്ധുഗുണമുണ്ടാകും. യാത്രകൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിത സൗഖ്യം കൈവരും. മാതാവിനോ മാതൃജനങ്ങൾക്കോ അരിഷ്ടത. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ മൂലം ഇടയ്ക്ക് മനോവിഷമം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. പഠനത്തിലും ജോലിയിലും അലസത വെടിയും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നതാണ്. നല്ല കാര്യങ്ങൾക്കായി പണം ചെലവിടേണ്ടി വരും. വിവാഹത്തിന് വാക്കുറപ്പിക്കും. വാഗ്ദോഷം മൂലം അപവാദത്തിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാലാവസ്ഥാജന്യ രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. സഹപ്രവർത്തകർ നിമിത്തം മനോവിഷമം ഉടലെടുക്കും. സുഹൃത്ത് സഹായം വർദ്ധിക്കുന്നതാണ്. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി. ഔഷധ സേവ അവസാനിപ്പിക്കുവാനും കഴിയുന്നതാണ്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം. ജന്മനാളിൽ ശിവങ്കൽ ഭസ്മ അഭിഷേകം നടത്തുക. ഒപ്പം ദേവീ ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങളാൽ അർച്ചന നടത്തുന്നതും ഗുണകരമാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. ഉപഹാരങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഠിനമായ ശ്രമം വേണ്ടിവരും. മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിച്ചു കിട്ടുന്നതാണ്. സാമ്പത്തികമായ ഇടപാടുകളിൽ കൃത്യത പാലിക്കുവാൻ കഴിയാതെ വരും. ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്. കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കും. വിവാദപരമായ പല കാര്യങ്ങളിൽ നിന്നും മനസ്സിന് സുഖം ലഭിക്കുന്നതാണ്. വാഹനം മാറ്റി വാങ്ങുന്ന കാര്യം ആലോചനയിൽ വന്നു ചേരും. കഫജന്യ രോഗങ്ങൾ പിടിപെടാം. ദീർഘയാത്രകൾ കഴിവതും ഒഴിവാക്കുക. പണമിടപാടുകളിലും ശ്രദ്ധിക്കേണ്ട കാലമാണ്. പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം.
ഉയർന്ന വിജയവും വിദ്യാഭ്യാസപരമായ തൊഴിൽപരമായും കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താഭജനം നടത്തുക, ശാസ്താവിങ്കിൽ ദർശനം നടത്തി എള്ളുപായസം നിവേദ്യം നടത്തുക, പുഷ്പാഞ്ജലി ഇവ നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.